നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. തൃശൂർ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ ഭണ്ഡാരം തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു. ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നത്. ഏകദേശം 5000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. രാവിലെ ക്ഷേത്രത്തിലെ ജീവനക്കാരെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് രാവിലെ 9ഓടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാബാനിലാണ് മോഷണത്തിന് പിറകിലെന്നാണ് പോലീസിന്റെ നിഗമനം. ക്ഷേത്രത്തിന് പിറകുവശത്തുള്ള റെയിൽപാത വഴിയാണ് മോഷ്ടാവ് എത്തിയിട്ടുള്ളത് എന്നാണ് സൂചന. വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ഓട്ടോയെ ഇടിച്ചു തെറിപ്പിച്ച മറ്റൊരു ഓട്ടോ. വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. TTC വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ഓട്ടോയിൽ മറ്റൊരു ഓട്ടോ ഇടിച്ച അപകടം. മറിഞ്ഞ ഓട്ടോയ്ക്കിടയിൽപ്പെട്ട 3 വിദ്യാർത്ഥിനികളിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഇടിച്ച ഓട്ടോ നിർത്താതെ പോയി. വിഴിഞ്ഞം കോട്ടുകാൽ മരുതൂർക്കോണം പട്ടം താണുപിള്ള മെമ്മോറിയൽ TTC സ്കൂളിലെ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയും മലയൻകീഴ് വിളവൂർക്കൽ ഈഴാക്കോടിൽ സേവിയറിന്റെയും ലേഖ റെക്സന്റെയും ഏകമകൾ ഫ്രാൻസികയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. സുഹൃത്തുക്കളായ കാസർഗോഡ് സ്വദേശി ദേവിക, പത്തനംതിട്ട സ്വദേശി രാഖി, ഓട്ടോ ഡ്രൈവർ വെങ്ങാനൂർ സ്വദേശി സുജിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുള്ളുമുക്കിന് സമീപമെത്തിയ ഓട്ടോയെ എതിരെ തെറ്റായ ദിശയിൽ വന്ന ആപ്പെ മോഡൽ ഓട്ടോ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ ഓട്ടോയ്ക്കടിയിൽപ്പെട്ട 3 പേരെയും നാട്ടുകാർ വിഴിഞ്ഞം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫ്രാൻസികയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അകന്നു കഴിയുന്ന ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. ബ്ലേഡ് ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പിടിയിൽ. വെള്ളമുണ്ട ആലഞ്ചേരി മുക്ക് കാക്കാഞ്ചേരി നഗർ ബാലനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു സംഭവം. യുവതി കടയിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് സംഭവം. യുവതി ബാലന്റെ വീടിന്റെ മുൻവശത്തെത്തിയപ്പോൾ പ്രതി കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ വരഞ്ഞ് മുറിവേൽപ്പിക്കുകയായിരുന്നു. നേരത്തെ പലതവണ യുവതിയെ കൊലപ്പെടുത്തുമെന്ന് ബാലൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ബാലൻ നിരന്തരം മദ്യപിക്കുകയും ദേഹോപദ്രവം നടത്തുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതാണ് ദമ്പതികൾ അകലാൻ കാരണം. പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. തടയാൻ ശ്രമിച്ച ബന്ധുവിനെ ഇടിച്ചു തെറിപ്പിച്ചു. യുവാവും സുഹൃത്തും പിടിയിൽ. പത്തനംതിട്ട കോന്നിയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. ഇലന്തൂർ സ്വദേശികളായ സന്ദീപ്, ഇയാളുടെ സുഹൃത്ത് ആരോമൽ എന്നിവരാണ് പിടിയിലായത്. യുവാവും സുഹൃത്തും ചേർന്ന് സിനിമ സ്റ്റൈലിലാണ് പെൺകുട്ടിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു കാറിന്റെ മുന്നിൽ കയറി തടയാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ ഇടിച്ചു തെറിപ്പിച്ച് കാർ മുന്നോട്ട് പോവുകയായിരുന്നു. കാർ 100 മീറ്ററോളം മുന്നോട്ട് ഓടിച്ചുപോയെങ്കിലും നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു നിർത്തി. തുടർന്ന് യുവാക്കളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സന്ദീപും പെൺകുട്ടിയുമായി ഏറെക്കാലമായി പരിചയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് ഇരുവരും തെറ്റിപ്പിരിയുകയായിരുന്നു. യുവാക്കൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കവചിന്റെ സുരക്ഷ. കേരളത്തിൽ ഇനി ട്രെയിനുകൾ കൂട്ടിയിടിക്കില്ല. ട്രെയിനുകൾക്ക് കവച സുരക്ഷ കേരളത്തിലും. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവച സുരക്ഷാ സംവിധാനമാണ് കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. 106 കിലോമീറ്ററുള്ള ഷൊർണൂർ എറണാകുളം സെക്ഷനിലാണ് പദ്ധതി ആദ്യം നടപ്പിലാക്കുക. ഓട്ടോമാറ്റിക് സിഗ്നലിംഗിനൊപ്പമാണ് കവച സുരക്ഷാ സംവിധാനവും കേരളത്തിൽ നടപ്പാക്കുന്നത്. 2 തീവണ്ടികൾ ഒരേ പാതയിൽ നേർക്കുനേർ വന്ന് കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനുള്ള സാങ്കേതിക സംവിധാനമാണ് കവച്. 67.77 കോടി രൂപ ചിലവിലാണ് കേരളത്തിൽ പദ്ധതി നടപ്പാക്കുക. വിവിധ സംസ്ഥാനങ്ങളിലായി 7228 കിലോമീറ്റർ പാതയിലാണ് 2200 കോടി രൂപ ചിലവിൽ പദ്ധതി ഈ വർഷം നടപ്പാക്കാൻ കരാർ ക്ഷണിച്ചത്. കേരളത്തിന് പുറമെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ വിവിധ ഡിവിഷനുകളിലും കവച സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള ടെൻഡറിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.